Hi. എന്തായി ലെറ്റർ വെച്ചോ? ആ ഞാനോളെ ടേബിളിൽ വെച്ചാണ്. ഓള് വായിച്ചാ മതിയെനി. അതൊക്കെ വായിക്കും. എനിക്ക് എന്താ അറിയില്ല, ഈ പ്ലാൻ നടക്കുമെന്ന് എൻ്റെ ഉള്ളീന്ന് പറയുന്നുണ്ട്. ഉള്ളിയല്ല തക്കാളി. നടന്നാ മതിയെനി. അതൊക്കെ നടക്കൂ, ഇജ്ജിങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ. ഇതെന്താ ലെറ്ററോ? ടു ഹോബി. എനിക്കാണല്ലോ. ഇതാരെ എനിക്ക് ലെറ്റർ എഴുതണേ? കം ടു റൂം നമ്പർ 123 ഫ്രം ഷൂഗ. ആ മാങ്ങാണ്ടിയാ. അവരെന്തിനാ എനിക്ക് ലെറ്റർ എഴുതണേ? ഓ, ഇന്ന് രാവിലത്തെ എൻ്റെ ബാക്കി തരാനായിരിക്കും. എടാ വാടാ നീ, ഞാൻ അങ്ങോട്ട് ഇപ്പം വരാം. നിനക്ക് ഞാൻ കാണിച്ചരാരാ ഹോബിന്ന്. ഓള് ലെറ്റർ വായിച്ചെന്നാ തോന്നണേ. ആ വായിച്ച് ദേ അവള് പോണ്. വാ നമുക്ക് ബാക്ക് പോയോക്കാം. ദൈവമേ, ഈ പ്ലാനെങ്കിലും ഒന്ന് വർക്ക് ആവണേ. ഓ, ഈ റൂം നമ്പർ 123 എവിടെ? ഇതാണ്. ആരാണ് പിയാനോ വായിക്കണേ? ഇവനോ? എന്തേ ജീനി മോളെ, പ്ലാൻ സെറ്റായടി. ജൂണേട്ടാ! ജീനി മുത്തേ, ജൂണേട്ടാ! ഇങ്ങള് പൊളിയാണ് ജൂണേട്ടാ, പൊളിയാണ്. എന്താ അവിടെ? ജീനി അവിടെ എന്താ ഇപ്പൊ പൊട്ടിത്തെറിച്ചേ? ഓ, ഇങ്ങളെ ഒലക്കമ്മലെ പ്ലാൻ പിന്നെയും പൊളിഞ്ഞ്. ഓ പിന്നെ ഇപ്പൊ എന്നെ കാണാനിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. ഒന്ന് പോടി. അപ്പൊ പിന്നെ നീയല്ലേ ഈ ലെറ്റർ എഴുതിയത്? ലെറ്ററോ? അതും എനിക്ക് എന്റെ പൂച്ച ചെയ്തു. ആ, എന്നാ എന്റെ പൂച്ച എഴുതിയതാവും. പിന്നെ എന്റെ പൂച്ചക്ക് അതല്ല പണി, അതും നിനക്ക് എഴുതാൻ. എടാ മാങ്ങാണ്ടി, എനിക്ക് അപ്പളേ അറിയായിരുന്നു നീ എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കാൻ വേണ്ടി ചെയ്താണെന്ന്. അത് ശരി, ഒരാവശ്യമില്ലാതെ എന്റെ അടുത്ത് വന്നിട്ട് ഇന്നെ വാങ്ങാണ്ടി വിളിക്കാൻ നീ ആരടി? ഞാൻ അങ്ങനെ പലതും ചെയ്യും. അതിന് നിനക്കെന്താടാ? അവരടി തുടങ്ങി. വാ, നമുക്ക് പിടിച്ച് മാറ്റാ. അതെ, അല്ലെങ്കിൽ അവിടെ ഇപ്പൊ ഒരു കൊല നടക്കും. എടി ഹോബി, എന്താടി ഇവിടെ പ്രശ്നം? അതേടാ, എന്താ പ്രശ്നം? ഓ, എല്ലാ പ്രശ്നവും ഉണ്ടാക്കി വെച്ചതും പോരാ, എന്നിട്ട് എന്താ പ്രശ്നം? എടി ജീനി നോക്ക്, ഈ ലെറ്റർ ഈ കുരങ്ങൻ എഴുതിയതാട്ടോ. എന്നിട്ട് എന്നെ ടേബിളിൽ കൊണ്ടിട്ട്, എന്നിട്ട് അത് വായിച്ച് ഞാൻ അങ്ങോട്ട് വന്നപ്പോ എന്നോട് കച്ചറ ഉണ്ടാക്കാൻ നിൽക്ക. അതിന് ഞാൻ നിനക്ക് ലെറ്റർ എഴുതിയിട്ടില്ലല്ലോ. അത് ചിലപ്പം വേറെ ആരെങ്കിലും എഴുതിയതായിരിക്കും. വേറെ ആരെഴുതാനാ? എന്റെ സംശയം അവള് തന്നെ എഴുതിട്ട് എന്റെ അടുത്ത് കച്ചറുണ്ടാക്കാൻ വന്നാ. ഓ പിന്നെ, എനിക്കതല്ല പണി. വെറുതെ അനാവശ്യം പറയരുത്. ആ, നീ വേണമെങ്കിൽ അതും ചെയ്യും. പോടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടീ സാരല്ല, വിട്ടുകളാ. കൊറേ ആയി ഞാൻ വിട്ട് കളയണ്. ഓ പിന്നെ, നീ എന്നെ അങ്ങോട്ട് മൂക്ക് കേറ്റും. എടാ മതിയടാ, വിട്, വാ പോവാ. എടി നീ അവളെ വിളിച്ചോണ്ട് പോ. എടി വാടി ഹോബി, നമുക്ക് പോവാ. നീ എന്തിനാ എന്നെ അങ്ങനെ നോക്കണേ? ഞാൻ എന്താക്കിട്ടാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാം ഉണ്ടാക്കി വെച്ചതും പോരാ. അത് ചില പ്ലാനൊക്കെ പൊളിഞ്ഞൊക്കെ ഇരിക്കും. അടുത്തേ നമുക്ക് സെറ്റ് ആക്കാമല്ലോ. എൻ്റെ വേറെ നല്ലൊരു പ്ലാൻ ഉണ്ട്. ജൂണേട്ടാ, ഇനി പ്ലാൻ എന്നൊക്കെ പറഞ്ഞാ വാ തുറന്ന തൊള്ള ഞാൻ ഉണ്ടമ്പൊരി കയറ്റും. മുണ്ട അവിടെ കുത്തിരുന്നോ? വെൽക്കമല്ലേ പ്ലാനായിട്ട് വന്നിക്ക. നീയും കൂടി ഇങ്ങനെ പറയല്ലേ, നമുക്ക് ഒരു സെറ്റ് ആക്കണ്ടേ? അയ്യോ, ഇത്ര നേരം ഒന്ന് സെറ്റ് ആക്കിയത് പോരെ? ഇനി ജിമിനും യോഞ്ചിയല്ലേ, അവരെ നമുക്ക് സെറ്റ് ആക്കാം. മറ്റവരെ അടിച്ചു പിടിപ്പിച്ച പോലെ ആക്കാനല്ലേ. ഇനി നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിയോളാം. ആ, എന്നാ ഈ ഉണ്ടാക്കിക്കോ. ഇപ്പൊ ഉണ്ടാക്കണ്ട, ലേറ്റ് ആയില്ലേ, ഹോസ്റ്റലിൽ പോണ്ടേ. അവരെന്നെ അവിടെ തിരയുണ്ടാവും. ഞാൻ പോട്ടോ. ആ, എന്നാ ശരി, ബൈ. സോറി ഡി, മറ്റവരൊക്കെ അവിടെ? ഓലൊക്കെ പോയി, ഞമ്മള് മാത്രമേ. വാ നമുക്ക് പോവാ. ആ വാ പോവാ. അയ്യോ എടി, നീ ഇവിടെ നിൽക്കട്ടോ, ഞാനിപ്പോ വരാം. ഇജ്ജി എങ്ങട്ടാ? അത് ഞാൻ ക്ലാസ്സിലൊരു സാധനം വെച്ച് മറന്ന്, ഇപ്പൊ പോയി എടുത്തിട്ട് വരാട്ടോ. 1 minute. ആ, എന്നാ നീ വേഗം പോയി എടുത്തു വാ.
പോണ്ടേ? വാ. ആ വാ പോവാ. ഓ എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. എടി യൂഞ്ചി എനിക്ക് ബോറടിക്കണ്ട്. ബോറടിക്കണ്ടെങ്കിലേ തിരിച്ചടിച്ചാളാ. ഓ എന്റെ ഒരു ഒലക്കമത്തെ ചളി. അല്ലെങ്കിൽ എന്നോടൊക്കെ പറഞ്ഞ എന്നെ പറഞ്ഞാ മതി. അല്ല ജീനിയുടെ ആ ഓളങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണാതാവണുണ്ട്. എടി 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 യൂഞ്ചി കുക്കി. എടി എടി ജീനിയില്ലേ കൊറേ നേരായി ആരോടോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സംതിങ് ഫിഷി. ആ ഹോബി എനിക്കും തോന്നി. എന്തോ ചീഞ്ഞ് നാർന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞേ? എന്ത് നാർന്ന്? എനിക്കൊന്നും ചീഞ്ഞ് നാർന്നില്ലല്ലോ. ഓ ഇവിടെ ഞാൻ ഇന്ന് മിക്കവാറും കൊല്ലു. എടി പൊട്ടത്തി, ഓള് കൊറേ നേരെ ആരോടോ ഇങ്ങനെ സംസാരിക്കണേ. സാധാരണ ഓൾ അങ്ങനെ ഒന്നും ആരോട് സംസാരിക്കില്ലല്ലോ. പക്ഷെ നേരത്തോട് ചോദിച്ചപ്പോ ചേട്ടനാണാ പറഞ്ഞേ. പക്ഷെ നാല് ചേട്ടനോടൊക്കെ എത്രയും പറഞ്ഞു ആരെങ്കിലും. യെസ് യെസ്, ഇപ്പൊ ശരിക്കും സംതിങ് ഫിഷി. ഈ കാറ്റ് വന്ന് കാതിൽ പറഞ്ഞു. എടി യൂഞ്ചി കണ്ടില്ലേ കണ്ടില്ലേ റൊമാൻറ്റിക് സോങ്. ഹായ് ഗൂയ്സ്, എന്തിനാ ഇവിടെ ചർച്ച? ഒന്നുമില്ല. അതില്ലേടി ഇവര് കൊറേ നേരം നീ ആരോടും അങ്ങനെ കോൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് കൊറേ നേരം സംശയം ചീഞ്ഞ് നാറുണ്ട് എന്നൊക്കെ പറയണേ അല്ലേടി? ഓ ഇവളെ ഞാൻ. എടി സത്യം പറയടി, ആരെടി നീ ഫോൺ വിളിക്കണേ? അതെടി അത് പിന്നെ എന്തത് മര്യാദയ്ക്ക് പറഞ്ഞോ, പറയാതെ തന്നെ ഇവിടുന്ന് വിടൂല. എടി അതില്ലേ അതുണ്ട്. എന്നിട്ട് ഇജിന്ന് പറയോ? അത് ജൂണേട്ടൻ. ജൂണേട്ടനോ? അതാര്? അത് മറ്റാ ചേട്ടനില്ലേ. ഏത് ചേട്ടൻ? നിങ്ങളെപ്പോഴും അടി ഉണ്ടാക്കണോരെ കൂടെ ഉള്ള പാവം ചേട്ടൻ. ഓ പിന്നെ പാവം ഓരെ കൂടെ ഉള്ളവരല്ലേ പാവൊന്നാവൂല. പോടി പാവാണ്. അല്ല അതൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കിഷ്ടാ. എടി കള്ളി നീയാള് കൊള്ളാലോ. എക്സ്ക്യൂസ് മീ, എല്ലാരും ഒന്ന് പുറത്തു പോവോ? എനിക്ക് ഇറങ്ങണം. ഓ ഇവിടെ ഒരു സീരിയസ് മാറ്റർ സംസാരിക്കുമ്പോൾ അവളൊരു ഉറക്കം. ഞമ്മള് പോവാ. നീ സമാധാനായിട്ടൊന്ന് ഉറങ്ങട്ടെ. മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞി. ജിമിനേട്ടാ യൂഞ്ചി യൂഞ്ചി അനക്കറിയോ കാഞ്ചനമാല മൊയ്തീനുള്ളതാണെങ്കിൽ യൂഞ്ചി ജിമിനുള്ളതാ. യൂഞ്ചി മോളെ ഐ ലവ് യു മുത്തേ പൊന്നൂസേ. എടാ എനിക്ക് കോളേജിൽ പോണ്ടേ. ഈ അണ്ണാച്ചിന് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? എല്ലാം നശിപ്പിച്ച് മരഭൂതം. നശിപ്പിക്കേ? എന്ത് നശിപ്പിച്ചില്ലേ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും നല്ല സ്വപ്നേനി. ഒന്ന് ഫീലായി വരുമ്പോളാ കോളാക്കി. സരല്ല പൊട്ടെ. എന്റെ സ്വപ്നം കോളാക്കിട്ടിരുന്ന് ചിരിക്കല്ലേ? അന്നേ ഞാൻ ഇന്ന് കൊല്ലോടാ. അയ്യോ നിക്കടാ അവിടെ. എന്റെ പേരെന്താടി? അത് ചേട്ടാ. എന്തേ എനിക്ക് പേരില്ലേ? ഓ വല്ല രാത്രി തുടങ്ങിയ റാഗിങ്. ആന്നെ ഇന്ന് ഞാപം കുട്ടികളാണ്. നമുക്ക് രണ്ടെണ്ണം പോയി പറഞ്ഞാലോ? എനിക്കാണെങ്കിൽ ചൊറിഞ്ഞു വരുന്നുണ്ട്. എടി അത് വേണോ? അതെന്തേ എനിക്കൊരു പേടിയായിട്ടാണോ? പേടി
നിക്കോ വാടി നമുക്കൊല്ല ശരിയാക്കാം. ഓ ഇവരിനി എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണോ പോണത്.